ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു കപ്പ് സിറപ്പാണ്. നമുക്ക് വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നല്ല ഒരു കപ്പ് സിറപ്പ് നമുക്ക് പുറത്തുനിന്ന് വാങ്ങുന്ന അത്രയും അതിനേക്കാളും നല്ലതെന്ന് പറയാം. കാരണം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചുണ്ടാക്കുന്ന കപ്പ് സിറപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് ചുമയും ജലദോഷവും ഒക്കെ ഉള്ളപ്പോൾ വീട്ടിൽ ചെയ്യാൻ പറ്റിയ ഒരു പ്രതിവിധിയായിട്ടുള്ള ഒരു മരുന്നാണ്. അത് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇഞ്ചി, 2 കഷ്ണം ഇഞ്ചി, ഇതാ ഇങ്ങനെ എൻ്റെ കൈയുടെ ഒരു ഇത്രയുണ്ട് ഇഞ്ചി. അത് നമുക്ക് ചെറിയ പീസുകളായി മുറിച്ചത് അത് ഇട്ട് കൊടുക്കാം. പിന്നെ തുളസി, അതും ഇതുപോലെ എൻ്റെ ഒരു കൈപ്പിടി, ഇങ്ങനെ ടൈറ്റായിട്ട് പിടിക്കുമ്പോൾ ഒരു കൈപ്പിടി തുളസി എടുത്തിട്ടുണ്ട്. അതിങ്ങനെ തുളസി നമുക്ക് 2 ടൈപ്പ് ഉണ്ട്. ബ്ലാക്ക് കളറിലുള്ള തുളസിയുമുണ്ട്, ഗ്രീനുണ്ട്. ബ്ലാക്കാണ് കൂടുതൽ നല്ലത്, പക്ഷേ ഗ്രീൻ ആയാലും കുഴപ്പമില്ല, ഏതെങ്കിലും എടുക്കാം. ഇനി ഇതും കൂടെ ചേർത്ത് നമുക്ക് നന്നായി ഇതൊന്ന് അരച്ചെടുക്കണം. വെള്ളം ചേർത്ത് അരയ്ക്കാം. ഇത് നന്നായി ഇവിടെ അരച്ചെടുത്തു. ഇതിനെ നമുക്കിനി അരിച്ചെടുക്കണം. ഒരു അരിപ്പയിലൂടെ ഒഴിച്ച് നല്ലപോലെ ഇതിൻ്റെ എസൻസ് മുഴുവൻ കിട്ടത്തക്കണം നന്നായി പിഴിഞ്ഞ് അരിച്ചെടുക്കണം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അരിച്ചെടുക്കാം. എസൻസ് കംപ്ലീറ്റ് കിട്ടുന്ന രീതിയിൽ ഇവിടെ ഇഞ്ചിയും തുളസിയും കൂടെ ചേർത്താണ് അരച്ചത്. നന്നായി പിഴിഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഈ നാരങ്ങയുടെ കുറച്ച് തൊലി മാത്രം ചുരണ്ടിയെടുക്കണം. അകത്തുള്ള വെള്ളഭാഗം വരാതെ കുറച്ച് തൊലി മാത്രം ഇതുപയോഗിച്ച് നമുക്ക് ചുരണ്ടിയെടുക്കാം. അത് കുറച്ച് വേണം. ഇവിടെ നാരങ്ങയുടെ തൊലി കുറച്ച് ചുരണ്ടിയെടുത്തു, അതുകൂടെ ഇത് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒരു മണത്തിന് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ ചുക്ക്, പട്ട, കുരുമുളക്, ജീരകം, ഗ്രാമ്പു ഇതെല്ലാം നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഇവിടെ ഇതൊക്കെ പൊടിച്ചെടുത്തു. നമുക്കങ്ങനെ ഇതിലോട്ടിട്ട് കൊടുക്കാം. ചുക്ക്, ഗ്രാമ്പു, പട്ട, കുരുമുളക്, ജീരകം ഇതെല്ലാം ഇവിടെ പൊടിച്ചെടുത്തു. ഇനി വീണ്ടും ഇത് അരിക്കണം. അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഇട്ട് തിളപ്പിക്കാം. പിന്നെ പനം കർക്കണ്ട് അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടുപ്പിൽ വെച്ച് തിളപ്പിക്കാം. ഇതിവിടെ അടുപ്പിലേക്ക് വെച്ചു. മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാ സാധനത്തിലും ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മുടെ വീട്ടിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായി ഇത് നമുക്ക് കഴിക്കാം. പക്ഷെ തീരെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കണ്ട. കാരണം കുരുമുളകും എല്ലാം ഉള്ളതാണ്. അതുകൊണ്ട് തീരെ കൊച്ചു കുട്ടിയൊക്കെ കൊടുക്കണ്ട. മുതിർന്ന കുട്ടിയൊക്കെല്ലാം കൊടുക്കാം. വേറെ ആർക്ക് വേണമെങ്കിലും കഴിക്കാം. ഇതിലിപ്പോൾ വേറെ വ്യത്യാസമുള്ള സാധനങ്ങളൊന്നും ചേർത്തിട്ടില്ല. വേറെ നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. ഇപ്പോൾ ആദ്യം തിളച്ചു. ഇനി നമ്മൾ കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് കുറച്ച് സമയം കൂടെ തിളപ്പിക്കാം. ഇത് ഫുള്ളായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ച് കൊടുക്കണ്ട, അങ്ങനെ ചെയ്യരുത്. പിന്നെ അതുപോലെ പനം കർക്കണ്ടാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്. പനം കർക്കണ്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സാധാരണ കർക്കണ്ട് ഉപയോഗിക്കാം. പഞ്ചസാര ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. നമ്മളിതൊരു മരുന്ന് പോലെ ചെയ്യുമ്പോൾ പഞ്ചസാര ചേർക്കണ്ട. പനം കർക്കണ്ടാണ് ഏറ്റവും ബെസ്റ്റ്.
ഇത് ഒന്ന് തിളച്ച് അതിൻ്റെ എസൻസ് ഒക്കെ ഒന്ന് ഇറങ്ങിയതിന് ശേഷം ഇത് ഒന്നുകൂടെ ഒന്ന് അരിക്കണം. പിന്നെ വീണ്ടും നമുക്ക് തിളപ്പിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ കൊത്തൊക്കെ കിടന്നു കഴിഞ്ഞാൽ പിന്നെ കുറുകി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അരിച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആദ്യം അരിച്ചെടുത്ത് നല്ല ക്ലിയർ ആക്കിയതിന് ശേഷം വീണ്ടും തിളപ്പിക്കാം. ഇപ്പോൾ ഞാനിത് 2 പ്രാവശ്യം അരിച്ചെടുത്തു. അതിൻ്റെ കൊത്തുകളൊന്നും ഇല്ലാതെ 2 പ്രാവശ്യം അരിച്ചെടുത്തു. ഇതിനി നമുക്ക് ചെറിയ ഫ്ലെയിമിലിട്ട് കുറേ സമയം തിളപ്പിക്കണം. ചെറിയ ഫ്ലെയിമിൽ, പെട്ടെന്ന് കുറുക്കിയെടുക്കേണ്ടതല്ല, ചെറിയ ഫ്ലെയിമിൽ. ഇത് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് അടുക്കി പിടിക്കാതെ ഇളക്കി കൊടുക്കണം. ഇതിന് ഈ വെച്ചത് 3-1 ആവുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ കുറച്ച് സാധനങ്ങൾ കൂടെ ചേർക്കാനുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ തണുപ്പ് നല്ല സിറപ്പ് പോലെ, നല്ല നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന കപ്പ് സിറപ്പിൻ്റെ അതേ ടെക്സ്ചറിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് നാരങ്ങ നീരാണ്. 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്. ഇനി ഹണി കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നല്ല മധുരമുണ്ട്, അതുകൊണ്ട് ഹണി ഇത്രയും മതി. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം കാണിക്കാം. ശരിക്കും നല്ല ഒരു കപ്പ് സിറപ്പ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതൊക്കെ നമുക്കതിൽ എന്തൊക്കെ അവർ ചേർത്ത് എന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. ഇപ്പം നമുക്ക് വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെയാണ്, എല്ലാം നമ്മുടെ ദിവസവും വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അത് ഉപയോഗിച്ച് നമുക്ക് ഒരു കപ്പ് സിറപ്പ് നന്നായി ഉണ്ടാക്കാം. ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം പറയാം. സൂപ്പറായിട്ടുണ്ട്. കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ യാതൊരു ബുദ്ധിമുട്ടുമില്ല. എരിവൊക്കെ പാകത്തിനേ ഉള്ളൂ. തീരെ കൊച്ചു കുട്ടികൾക്ക് മാത്രം കൊടുക്കണ്ട, ബാക്കി ആർക്ക് വേണമെങ്കിലും ഇത് കഴിക്കാം. നമുക്കിത് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഒട്ടും ഈർപ്പമില്ലാത്ത ബോട്ടിലിൽ സൂക്ഷിക്കാം. പ്ലാസ്റ്റിക് ബോട്ടിലുകൾ എടുക്കരുത്, കണ്ണാടി ബോട്ടിലിൽ തന്നെ സൂക്ഷിക്കണം.